കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് സൗദി അറേബ്യ പണിയുന്ന നിയോം നഗരത്തിൽ നടക്കുന്നത് തികച്ചും മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണോ? ലോകരാജ്യങ്ങളെ ഞെട്ടിക്കാനായി സൗദി തയ്യാറാക്കിയ പദ്ധതി ഇപ്പോൾ സൗദിക്ക് തന്നെ വിനയായി മാറുകയാണോ? എന്താണ് സംഭവം? ലോകരാജ്യങ്ങൾ ഇത്രത്തോളം വിഷയമായിട്ട് കാണാൻ മാത്രം എന്താണ് സൗദിയിൽ സംഭവിച്ചത്? നമുക്ക് നോക്കാം. സൗദി അറേബ്യയുടെ അഭിമാന മെഗാസിറ്റി പദ്ധതിയായ നിയോമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. $1 ട്രില്യൺ ചിലവിട്ടാണ് സൗദി ഭരണകൂടം ഈ വലിയ പദ്ധതി നടപ്പിലാക്കുന്നത്. നിയോമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇവിടെ എത്തിയിരിക്കുന്നതും ഇവരുടെ താമസ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉയരുന്നത്. അതായത് വലിയ ചൂഷണം നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവരെ താമസിപ്പിച്ചിരിക്കുന്ന ലേബർ ക്യാമ്പുകളിൽ കൂട്ടബലാത്സംഗങ്ങളും കൊലപാതക ശ്രമങ്ങളും ആത്മഹത്യയുമെല്ലാം നിത്യസംഭവങ്ങളായി മാറിയെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നിന്നുള്ള 1 ലക്ഷത്തോളം തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ കുറ്റകൃത്യങ്ങളും മയക്കുമരുന്നിന്റെ ഉപയോഗവും വ്യാപകമാണെന്നാണ് പറയപ്പെടുന്നത്. പ്രമുഖ അന്തർദേശീയ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലിലാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. ലേബർ ക്യാമ്പുകളിലെ സ്ഥിതി അതീവ ശോചനീയമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ മദ്യത്തിന് കർശനമായ വിലക്കാണ്. എന്നാൽ ലേബർ ക്യാമ്പുകളിൽ മദ്യം സുലഭമാണെന്നാണ് ആരോപണം. അതായത് മറ്റൊരു ലോകമാണ് ലേബർ ക്യാമ്പെന്നാണ് ഈ റിപ്പോർട്ടുകൾ അടിവരയിടുന്നത്. ക്യാമ്പുകളിൽ മദ്യം കൊണ്ടുവരുന്നത് തടയാൻ ശ്രമിച്ച സുരക്ഷാ ജീവനക്കാരെ തൊഴിലാളികൾ കയ്യേറ്റം ചെയ്ത സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടത്രേ. ശമ്പളം കിട്ടിയില്ലെന്ന പരാതി പറഞ്ഞ ഒരാളുടെ കൈ തല്ലിയൊടിച്ചതായും പരാതിയിൽ പറയുന്നു. 10,000-കണക്കിന് കോടികൾ മുടക്കി നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്ന ഇവിടെ യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ലെന്നും ലേബർ ക്യാമ്പുകളിൽ അപകട മരണങ്ങൾ നിത്യസംഭവമാണെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ സ്വപ്ന പദ്ധതിയായ നിയോമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2017 ആരംഭിക്കുന്നത്. സൗദിയുടെ വിഷൻ 2030ന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സ്വപ്ന നഗരം പണിതുയർത്താൻ സൗദി തയ്യാറാകുന്നത്. 26,300 ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന നഗരത്തിന്റെ പണി പൂർത്തിയായാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ താമസിക്കാനെത്തും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത ദ ലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന 110 മൈൽ ദൈർഘ്യമുള്ള ഒരു കെട്ടിടമാണ്. 90 ലക്ഷം പേർക്ക് ഇവിടെ താമസിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സൗദി അറേബ്യ ഇതിലൂടെ തയ്യാറായിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും 50 വർഷം കൂടി വേണ്ടിവരുമെന്നാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി പറയുന്നത്. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ തുടങ്ങിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ് നിയോം കമ്പനിയുടെ സിഇഒയായ നദ്മി അൽ നസറിനെ പദവിയിൽ നിന്ന് സൗദി സർക്കാർ നീക്കം ചെയ്തു എന്ന വാർത്ത പുറത്തുവരുന്നത്. ഒരു ജീവനക്കാരനെ മരുഭൂമിയിൽ കുഴിച്ചിടുമെന്ന് ഭീഷണിപ്പെടുത്തിയായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് സൗദി ഭരണകൂടം ഈ കർശന നടപടികൾ സ്വീകരിച്ചതത്രേ. നിയോമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന 21,000 തൊഴിലാളികളാണ് കഴിഞ്ഞ 8 വർഷത്തിൽ മരിച്ചത്. അതായത് ഇത് വലിയൊരു സംഖ്യയാണ് എന്ന് ഓർക്കണം. ലേബർ ക്യാമ്പുകളിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ലഭിക്കുന്ന മോശം ഭക്ഷണത്തിന്റെ പേരിൽ കഴിഞ്ഞ വർഷം അക്രമ സംഭവങ്ങൾ വരെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴായിട്ട് മാധ്യമങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ലേബർ ക്യാമ്പിൽ മയക്കുമരുന്ന് അമിതമായി ഉപയോഗിച്ചതിനെ തുടർന്ന് ഒരാൾ ഗുരുതരാവസ്ഥയിൽ എത്തി എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട്. ഇതൊക്കെ വന്ന വാർത്തകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷെ വരാത്ത വാർത്തകൾ എത്ര ഉണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമല്ല ലേബർ ക്യാമ്പുകളിൽ കൂട്ടബലാത്സംഗങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും ആത്മഹത്യയും ഒക്കെ സ്ഥിര സംഭവമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല എന്ന കാര്യമാണ് പറയാനുള്ളത്. ഈ സൗദി അറേബ്യയിൽ താമസിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കായിരിക്കും കൂടുതൽ ഞങ്ങളെക്കാളൊക്കെ പറയാനുണ്ടാവുക എന്ന് തോന്നുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നാണ് പ്രമുഖ മാധ്യമമായ ദ സൺ റിപ്പോർട്ട് ചെയ്യുന്നത്. 2034 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് സൗദി അറേബ്യയിലാണ്. ഇതിന്റെ ഭാഗമായി നിരവധി സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണവും പുരോഗമിച്ചു വരികയാണ്. എന്താണ് സൗദിയുടെ ഈ നിയോം സിറ്റി പ്രോജക്റ്റ്? എന്താണ് ആ സ്വപ്ന പദ്ധതി? നമുക്ക് നോക്കാം. സൗദി അറേബ്യയുടെ മുഖച്ഛായ തന്നെ മാറ്റാനൊരുങ്ങുന്ന നിയോം സിറ്റി നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിച്ചു വരികയാണ്. ഇതിനോടകം നിയോം സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ 20% പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സൗദിയുടെ ചെങ്കടൽ തീരത്തും കടലിലുമായി നിർമ്മിക്കുന്ന ഹൈടെക് നഗരമാണ് ഈ നിയോം സിറ്റി. $1 ബില്യൺ ചിലവിട്ടാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതി ഒരുങ്ങുന്നത്. നിയോം സിറ്റിയുടെ ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അധികൃതർ കുറച്ചു മുമ്പ് പുറത്തുവിട്ടിരുന്നു. ഭാവി നഗരം എന്നാണ് നിയോമിനെ അധികൃതർ വിശേഷിപ്പിക്കുന്നത് പോലും. 26,500 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതായിരിക്കും ഹൈടെക് സിറ്റി. ഫ്ലോട്ടിംഗ് പോർട്ട്,
സർവാത് പർവ്വതനിരകളിലെ സ്കീ റിസോർട്ട്, മിറേർഡ് സിറ്റി എന്നിങ്ങനെ 10 വ്യത്യസ്ത മേഖലകളിലായിട്ടാണ് നിയോം സിറ്റി ഉണ്ടാകുക. 2026 ആകുമ്പോഴേക്കും നിയോമിൽ ഏകദേശം 45,000 പേർക്ക് താമസിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും ഇത് 2 ദശലക്ഷം വരെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ദ ലൈൻ എന്ന ഗതാഗത പദ്ധതിയിൽ ബുള്ളറ്റ് ട്രെയിൻ ഉൾപ്പെടെ ഉണ്ടായിരിക്കുമെന്നും പറയപ്പെടുന്നു. നഗരത്തിലെ നിവാസികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും 5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ലഭ്യമായി തുടങ്ങും. സൂര്യൻ, കാറ്റ്, ഹൈഡ്രജൻ എന്നിവയിൽ നിന്നുള്ള ഊർജ്ജ സ്രോതസ്സുകളിലായിരിക്കും നഗരത്തിന്റെ മുഖമുദ്ര. കാർബൺ ബഹിർഗമനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് പദ്ധതി പ്രാധാന്യം നൽകിയിരിക്കുന്നത് പോലും. കൂടാതെ വിമാന സർവീസും നിയോം സിറ്റിയുടെ ആകർഷണമായിരിക്കും. ലണ്ടനിലേക്കും ദുബായിലേക്കും നേരിട്ടുള്ള വിമാനങ്ങളാണ് നിയോമിൽ നിന്നുണ്ടാകുന്നത്. 100 മീറ്റർ ഉയരവും 200 മീറ്റർ വീതിയും 170 കിലോമീറ്റർ നീളവുമുള്ള പാത നിയോമിലുണ്ടാകും. ലോകത്തിലെ ഏറ്റവും ഭക്ഷ്യ സ്വയം പര്യാപ്ത നഗരം എന്നതും നിയോമിന്റെ മാത്രം ലക്ഷ്യങ്ങളാണ്. 2017 നിയോം എന്ന ആശയം ആദ്യമായി പൊതുസമക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ചില വാസ്തുശില്പികളും സാമ്പത്തിക വിദഗ്ധരും ഇതിന്റെ സാധ്യതയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു. എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് പദ്ധതി നടപ്പിലാക്കാൻ തന്നെയായിരുന്നു മുഹമ്മദ് ബിൻ സൽമാന്റെ തീരുമാനം. ഈ അഭിലഷണീയമായ വികസനം സൗദി അറേബ്യയുടെ മുഖച്ഛായ തന്നെ മാറ്റും. അതിന്റെ സമ്പദ് വ്യവസ്ഥ എണ്ണ ആശ്രയത്തിൽ നിന്ന് മാറി സാങ്കേതിക വിദ്യ, വിനോദം, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ പുതിയ വ്യവസായങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിയോം ആഗോള നിക്ഷേപം ആകർഷിക്കുമെന്നും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ സൗദി അറേബ്യയെ ഒരു നേതാവായി ഉയർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുസ്ഥിരത, നഗര രൂപകൽപ്പന, ജീവിത നിലവാരം എന്നിവയിൽ കാര്യമായ പുരോഗതിയും പദ്ധതി കൊണ്ടുവരും. ഇത് രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഭൂപ്രകൃതിക്ക് ഒരു പുതിയ യുഗം അടയാളപ്പെടുത്തുകയാണ്. നിയോം വഴി സൗദി അറേബ്യ അതിന്റെ ഐഡന്റിറ്റി പുനർരൂപകൽപ്പന ചെയ്യാനും ലോകരാജ്യങ്ങൾക്കിടയിൽ വളർച്ച കൈവരിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതി കൂടിയായ നിയോമിന് ചീഫ് എക്സിക്യൂട്ടീവിനെ മാറ്റിയതായി സൗദി അറേബ്യ 2024 നവംബർ മാസമാണ് വ്യക്തമാക്കിയത്. 2018 മുതൽ പ്രൊജക്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവായി സേവനമനുഷ്ഠിച്ചിരുന്ന നദ്മി അൽ നസ്രിനെയാണ് സ്ഥാനത്ത് നീക്കിയത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം അപമര്യാദയായി പെരുമാറി എന്നതിന്റെ പേരിലാണ് സൗദി ഇങ്ങനെ ഒരു നീക്കത്തിന് മുതിർന്നത്. അപ്പോൾ ഇത്തരം വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും സൗദി അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എഴുതണേ. ഐമാൻ അൽ മുദൈഫിറിനെ ഇടക്കാല സിഇഒ ആയി നിയമിച്ചു എന്നായിരുന്നു പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. 2018 മുതൽ പ്രാദേശിക റിയൽ എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ തലവനായി സേവനമനുഷ്ഠിക്കുന്ന ആളാണ് അൽ മുദൈഫർ എന്നും നിയോമിനെയും അതിന്റെ പ്രൊജക്ടുകളെയും കുറിച്ച് ആഴത്തിലുള്ളതും തന്ത്രപരവുമായ ധാരണ അദ്ദേഹത്തിനുണ്ട് എന്നും ബോർഡ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 2018 മുതൽ സൗദി സോവറിൻ വെൽത്ത് ഫണ്ടിന്റെ പ്രോപ്പർട്ടി വിഭാഗത്തിന്റെ തലവൻ കൂടിയായിരുന്നു ഈ അൽ മുദൈഫർ. വടക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യയിലെ ഒരു സ്കീ റിസോർട്ട്, 170 കിലോമീറ്റർ നീളമുള്ള അമ്പരചുംബികളായ ഇരട്ട കെട്ടിടം എന്നിവ ഉൾക്കൊള്ളുന്ന ഫ്യൂച്ചറിസ്റ്റിക് മെഗാ സിറ്റിയാണ് ഈ നിയോം. ന്യൂയോർക്ക് നഗരത്തിന്റെ 33 മടങ്ങ് വലിപ്പത്തിൽ നിർമ്മിക്കുന്ന ഈ പ്രദേശം സൗദിക്ക് എണ്ണ വിപണിക്ക് അപ്പുറത്തുള്ള മറ്റൊരു വിപണി സാധ്യത തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 ആരംഭിച്ച പ്രൊജക്ടിനായി സൗദി അറേബ്യയുടെ PIF സോവറിൻ വെൽത്ത് ഫണ്ടിൽ നിന്ന് ഇതിനകം $100 ബില്യൺ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അടുത്തിടെ പല സംശയങ്ങളും പദ്ധതിയുടെ പേരിൽ ഉയർന്നു വരികയും ചെയ്തു. നിയോമിന്റെ 2030 വലിപ്പവും ആളുകളുടെ എണ്ണം കുറച്ചു എന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമായിട്ട് നിലനിൽക്കുകയാണ്. നിർമ്മാണത്തിലെ കാലതാമസം, തൊഴിലാളികളുടെ മോശം പെരുമാറ്റം, മുതിർന്ന വിദേശ പൗരന്മാർക്ക് അമിത വേതനം എന്നിവ സംബന്ധിച്ച് അടുത്തിടെ നിയോം വാർത്തകളിൽ എപ്പോഴും ഇടം പിടിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ വർഷം വേൾഡ് എക്സ്പോ 2030 ആതിഥേയരായി റിയാദിനെ തെരഞ്ഞെടുത്തിരുന്നു. അതിനുശേഷം സൗദി സർക്കാർ റിയാദിലെ മെഗാ പ്രൊജക്ടുകൾക്കും മറ്റു പദ്ധതികൾക്കും മുൻഗണന നൽകി വരികയുമാണ്. എന്തായാലും സൗദിയിലുണ്ടാകുന്ന ഇത്തരം ഒരു കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിയോം സിറ്റിയുടെ പിറകിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് നീതി ലഭിക്കുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യൂ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.